ഹായ് ഹലോ നമസ്കാരം. സാൻഡിയൽ പേരിൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തി കൂട്ടി നമുക്ക് ചോറ് കഴിച്ചാലും ഒരു പറ ചോറും നമുക്ക് ഉണ്ണാൻ പറ്റും ഈ ചമ്മന്തി ഉണ്ടാക്കിയാൽ. വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ വളരെ ടേസ്റ്റ് ഉള്ളതാണ്, പോഷക ഗുണമുള്ളതാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പഠിക്കാൻ പോയാലോ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ, ഇവിടെ ക്യാരറ്റ്, ഉള്ളി, സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കറിവേപ്പില, ഇച്ചിരി പുളി, പിന്നെ നമ്മൾ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്ത് കൊടുക്കേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഷേപ്പിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് വാടി വരുന്ന ഒരു പച്ചച്ചുവ മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിനകത്തൂടെ സവാള കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള അരിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ എരിവ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോഷക ഗുണമുള്ള ക്യാരറ്റും കൂടെ ചേർത്തിട്ടല്ലേ നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് ഈ തേങ്ങയും പിന്നെ നമ്മളെ കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ട്, അപ്പം മുളക് പൊടി ഇടിക്കുന്നത് കാണാൻ അത് പറ്റിയില്ല. കാരണം ഇതിനകത്ത് സ്പേസ് കുറവായതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ഭാഗം കാണിക്കാൻ. പിന്നെ ഉപ്പ് കൂടെ വിതറി കൊടുത്ത് നമ്മൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ കുറച്ച് എരിവ് മാത്രം ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ചമ്മന്തിക്കാണല്ലോ തീരെ മൂത്ത് പോകാനും പാടില്ല. അങ്ങനെ നമ്മൾ തണുത്തതിന് ശേഷം ചെയ്ത് കൊടുക്കണം. ഒരു മിക്സിയുടെ ജാർ കല്ലിൽ വെച്ച് അരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നല്ല തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിൽ വെച്ച് അടിച്ച് നമുക്ക് ചമ്മന്തിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം കുറച്ച് ഇതെല്ലാം കൂടെ വാരി അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഒരു വേറെ പണിയൊന്നുമില്ല, വളരെ വേഗത്തിൽ ഒന്ന് നമ്മൾ വാട്ടിയെടുക്കുന്ന രീതി ഒന്ന് മാത്രം ചെയ്താൽ മതി. പക്ഷേ ഭയങ്കര ടേസ്റ്റാണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കിടുക്കാച്ചി ഒരു ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞതേ. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. മാത്രമല്ല എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അപ്പം നമ്മുടെ ചോറും കൂട്ടിയിട്ട് ഇത് ഒന്നാം തരം കിടുക്കാച്ചി ഒരു ചമ്മന്തിയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് ഇത് കഴിക്കാൻ പറ്റും. ഇത് മാത്രം മതി. ഞാൻ പറഞ്ഞതുപോലെ ഒരു പറ ചോറ് ഇത് മാത്രം വെച്ച് കഴിക്കും. പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടെന്ന് ഇനി ചിന്തിക്കും. ദിവസം ഇത് മതിയെന്നും ചിന്തിക്കും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.